അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രകാന്തത്തിൽ എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, രുക്കു എനിക്ക് കുറച്ച് വെള്ളം തായോ എന്ന് പറയുമ്പോൾ രുക്കു ചുടുവെള്ളമാണ് കൊടുക്കുക കേട്ടോ. അത് തൊട്ട് നോക്കിയതിന് ശേഷം അച്ചു പറയും, നിന്നോട് ഞാൻ ചുടുവെള്ളമല്ലല്ലോ ചോദിച്ച്, പച്ചവെള്ളമല്ലേ ചോദിച്ചത് ചോദിക്കും. അല്ലല്ലോ, എന്തിനാ അച്ചു നുണ പറയുന്നത്, അച്ചു വെള്ളം എന്നാണ് പറഞ്ഞത് പറയും. അല്ല, ഞാൻ പച്ചവെള്ളം തന്നെയാണ് പറഞ്ഞത് എന്ന് പറയും കേട്ടോ. ആകെ മൊത്തം അച്ചുവിനാകെ ദേഷ്യം വരികയാണ് കേട്ടോ. അച്ചു ആ വെള്ളം എടുത്തിട്ട് അങ്ങനെ ചന്ദ്രയുടെ മുഖത്തേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അയ്യോ, എന്താ ഈ ചെയ്തത് എന്ന് പറയണം കേട്ടോ. രുക്കു, എന്താ അച്ചു നീ ചെയ്തത് ചോദിച്ചപ്പോൾ, അയ്യോ സോറി, ഞാൻ നിൻ്റെ മുഖത്തേക്ക് ഒഴിച്ചതാണ്, അത് ചേച്ചിയുടെ മുഖത്തേക്ക് ആയി എന്ന് പറയണം കേട്ടോ. ആകെ മൊത്തം ചന്ദ്രയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു തരം ഇതായിട്ട് അതിന് ശേഷം സോറി പറയണം കേട്ടോ. അച്ചു സോറി പറയണം. സോറി പറഞ്ഞിട്ട് അച്ചു അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് കേട്ടോ. അതേസമയം വിജയശങ്കർ ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ മുഖത്ത് വല്ല ചുടുവെള്ളത്തിൻ്റെ വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഓഹോ ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നിയല്ലോ, അതേ വലിയ കാര്യം എന്ന് ചന്ദ്ര പറയണം കേട്ടോ. അപ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, അവനറിയാതെ പറ്റിയതല്ലേ, അതിനെന്താ കുഴപ്പമില്ല എന്ന് പറയണം. പിന്നീട് വിമലയും പറയുന്നുണ്ട്, വിമലയെ രുക്കുവിനോട് പറയുന്നുണ്ട്, സാരമില്ല അറിയാതെ പറ്റിയതല്ലേ, ഇനി അതിന് നീയൊരു വിഷയമാക്കണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം വൈകുന്നേരം വിജയശങ്കറിൻ്റെ റൂമിലേക്ക് ചന്ദ്ര വരികയാണ് കേട്ടോ. ചന്ദ്ര വരുമ്പോൾ തന്നെ കയ്യിലൊരു ആപ്പിളും കത്തിയൊക്കെ ആയിട്ട് വരിക കേട്ടോ. എന്താ നീ ഈ സമയത്ത് തന്നെ ആപ്പിളും കത്തിയൊക്കെ ആയിട്ട് വരുന്നത്, സാധാരണ പതിവുള്ളതല്ലല്ലോ ചോദിക്കുമ്പോൾ, ആ പതിവുള്ളതല്ലല്ലോ സാധാരണ നടക്കുന്നത് എന്ന് പറയുകയാണ്. അതിനുശേഷം ഒരു കഷ്ണം ആപ്പിൾ മുറിച്ചിട്ട് ഇങ്ങനെ പൊള്ളിയ ഭാഗത്തൊക്കെ തേക്കുകയാണ് കേട്ടോ. ആഹാ, നിനക്ക് പൊള്ളിയത് ഇനിയും മാറിയില്ലേ ചന്ദ്ര എന്ന് ചോദിക്കണം. എനിക്ക് പൊള്ളിയത് മാറുകയോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ വിഷയം എന്ന് പറയണം. പിന്നെ അവരങ്ങനെ അർച്ചനയുടെ സംസാരത്തിലേക്ക് വരികയാണ് കേട്ടോ. അർച്ചന സംസാരത്തിൽ വരുമ്പോൾ വിജയശങ്കറിനാകെ ദേഷ്യം വരികയാണ് കേട്ടോ. നീ ഈ വർത്തമാനം ഇനിയും പറഞ്ഞില്ലേ നീ എന്ന് പറഞ്ഞിട്ട് വിജയശങ്കർ ചന്ദ്രയോട് ചൂടാവുകയാണ് കേട്ടോ. ചന്ദ്രയോട് ചൂടാകുമ്പോൾ തന്നെ ചന്ദ്ര കത്തിയെടുക്കണ്. ഞാനാകെ സമനില തെറ്റിയ പോലെ നിൽക്കുന്നത്, ഞാൻ എന്തും ചെയ്തുകൂടാ എന്നിങ്ങനെ പറയണ്ടോ. വിജയശങ്കറിന് അപ്പം ആകെ മൊത്തം പേടിയാകും കേട്ടോ. അതിനുശേഷം ചന്ദ്ര പോയിട്ട് കിടക്കുകയാണ് കേട്ടോ. എന്താ കിടക്കുന്നില്ലേ എന്ന് ചോദിക്കുക. ആ ഞാൻ കിടന്നോളാം എന്ന് പറയും. അല്ല, നിങ്ങൾക്കിപ്പോൾ കുറച്ചായിട്ട് അർച്ചനയുടെ കാര്യമാണല്ലോ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുകുന്ദൻ സന്തോഷത്തോട് കൂടിയിട്ടാണ് അമ്പാട്ട് വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. അവനെപ്പോൾ കുറിച്ച് ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഏത് സ്ത്രീകൾക്കും ഏത് സമയത്തും പോയി കഴിഞ്ഞാൽ നല്ല ഇൻസ്പെക്ടറാണ് വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ചിന്നു പറയണം കേട്ടോ, എൻ്റെ കോളേജിൻ്റെ അവിടെ ഭയങ്കര പൂവാൽശല്യമായിരുന്നു, അതൊക്കെ പോയി ഇപ്പോൾ ആ പുതിയ ഇൻസ്പെക്ടർ വന്നിരിക്കുകയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചനയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാൻ എൻ്റെ മോനെ അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത് എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ മഞ്ജു പറയണം, ഓഹോ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശത്രുക്കളൊക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ അച്ഛനെ എന്തെങ്കിലും ചെയ്താലോ, ഞാൻ ഇന്നലെയും കൂടെ ഒരു ന്യൂസ് വായിച്ചിരുന്നു എന്നിങ്ങനെ പറയും കേട്ടോ. അതേസമയം അച്ചു രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ നേരത്ത് രുക്കുവിനോട് പറയും, നിൻ്റെ ഏട്ടൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഞാൻ പോയി തിരിച്ച് വരുമ്പോഴേക്കും നീ റെഡിയായിരിക്കണം അമ്പാട്ട് വീട്ടിലേക്ക് പോകാനേ എന്ന് പറയും. ഞാൻ ഒരിക്കലും ആ വീട്ടിലേക്ക് വരില്ല, വല്ല വാടക വീട് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടേക്ക് വരാമെന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം വിജയശങ്കർ വന്നിട്ട് പറയും, എന്താ മോളെ നീ ഇങ്ങനെ പറയണം, നീ ഏതായാലും അമ്പാട്ട് വീട്ടിലേക്ക് തന്നെ പോകണം എന്ന് പറയണില്ല, ഞാൻ ഒരിക്കലും ആ വീട്ടിലേക്ക് പോകില്ല, അങ്ങനെ ഒരു വീട്ടിലേക്ക് പോകണം, അമ്പാട്ട് വീട്ടിലേക്ക് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ അച്ചു പറയും, നീ ആത്മഹത്യ ചെയ്താൽ ഒരു കുഴപ്പം, ഞാൻ വന്നിട്ട് അതിൻ്റെ നടപടികൾ തയ്യാറാക്കും, അത്രേനുള്ളൂ, അതിൽ വേറൊരു കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ വൈകുന്നേരം വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു തീരുമാനം ആക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അച്ചു പോവുകയാണ് കേട്ടോ. വിജയശങ്കർ എന്നിട്ട് നേരെ വരികയാണ് രുക്കും കൂടിയിട്ട്. വിജയശങ്കർ ചന്ദ്ര അതേസമയം അടുക്കളയിൽ പച്ചക്കറിയൊക്കെ മുറിച്ചിട്ടിരിക്കുമ്പോഴാണ് രുക്ക് വന്നിട്ട് പറയണത്, എന്താ ഈ ഏട്ടൻ ഇങ്ങനെ എന്നെ പോകണം എന്ന് പറയുന്നത്, എനിക്ക് പോകാനേ ഇഷ്ടമില്ല അവിടേക്ക് എന്ന് പറയുമ്പോൾ വിജയശങ്കർ പറയും, മോളെ നീ പോകണം, അവിടെ പോയി ഇരിക്കണം, അതിൻ്റെ ഒരു കാര്യമുണ്ട്, ആ കാര്യം നീ അറിഞ്ഞു കഴിഞ്ഞാൽ നീ പോവും എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം എന്താണ് ഏട്ടാ രുക്കു പറയുന്നുണ്ടോ, അതേ രുക്കു ചോദിക്കുകയാണ്. രുക്കു ചോദിക്കുമ്പോൾ വിജയശങ്കർ പറയണില്ല, കാരണം ചന്ദ്ര പച്ചക്കറിക്ക് ഭയങ്കര സ്പീഡാക്കിയിട്ട് മുറിക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ വിജയശങ്കറിന് ആകെ മൊത്തം ഒരു പേടിയാണ്. വിജയശങ്കർ അവിടെ നിന്ന് മെല്ലെ മുങ്ങുകയാണ് കേട്ടോ. അതേസമയം രുക്കു ചന്ദ്രയോട് പറയുന്നുണ്ട്, ഈ ഏട്ടന് എന്താ പറ്റിയതെന്ന് അറിയില്ല, ഏട്ടൻ എന്നെ പോകണം എന്ന് തന്നെയാണ് പറയുന്നത്, ഞാൻ എന്താ ചെയ്യുക, എൻ്റെ ആത്മഹത്യാ ഭീഷണി ഒന്നും ഇപ്പോൾ അച്ചുവിൻ്റെ അടുത്ത് നടപ്പാകണില്ല എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയണം, നീ പോകണ്ട, നീ ഇവിടെ തന്നെ നിന്നാൽ മതി, നീ നിൻ്റെ ഉറച്ച സ്റ്റാൻഡിൽ തന്നെ നിൽക്കണം, അതിനൊരിക്കലും മാറ്റം വരരുത്, സ്ത്രീകളുടെ കാൽച്ചോട്ടിലായിരിക്കണം പുരുഷന്മാർ എന്ന് പറഞ്ഞിട്ട് രുക്കുവിന് ഇങ്ങനെ ക്ലാസ് കൊടുക്കണം കേട്ടോ. നീ ഒരു കാരണവശാലും പോകരുത്, അവൻ്റെ സ്റ്റാൻഡ് അവനെ എടുക്കട്ടെ, നീ നിൻ്റെ സ്റ്റാൻഡ് എടുക്കണം എന്നിങ്ങനെ പറയണം.
പിന്നീട് അർച്ചന ഓഫീസിൽ പോകാൻ വേണ്ടി റെഡി വേണം കേട്ടോ. ചിന്നുവിനോട് ചോദിക്കും, ചിന്നു നിനക്കൊന്ന് ക്ലാസ്സില്ലേ ചോദിക്കും. ഞാൻ ഒരു കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകും പറഞ്ഞു. ഒരുപാട് വൈകാതെ പെട്ടെന്ന് വരണം കേട്ടോ എന്ന് പറയണം കേട്ടോ. അതിനുശേഷം ചിന്നുവിന് പെട്ടെന്നൊരു ഫോൺ വരികയാണ്. JK അങ്കിളാണ് എന്ന് പറയാം. നീ എടുത്തോ, നിന്നോടല്ലേ സംസാരിക്കണം, നീ എടുത്തോ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ചിന്നു വിളിക്കുകയാണ്, ഫോൺ എടുക്കുകയാണ് കേട്ടോ. JK അങ്കിൾ ചോദിക്കുക, എന്താ മോളെ സുഖമല്ലേ, നിൻ്റെ അമ്മ അവിടെ ഉണ്ടോ അഡ്വക്കേറ്റ് ചോദിക്കും. ഉണ്ടല്ലോ, എന്നാൽ നമ്മുടെ അടുത്ത് ഫോൺ കൊടുക്കുക എന്ന് പറയണം കേട്ടോ. അതേസമയം അർച്ചന ഫോൺ വാങ്ങിയിട്ട് പറയും, മേഡം എന്തായാലും ശരി ഇവിടെ ഒന്ന് വരണം, ഒരു പ്രശ്നം പരിഹരിക്കാനുണ്ട്. കാരണം ഓണർമാർ വേറെ ആരും ഇല്ലല്ലോ, മേഡമാണല്ലോ എന്നോട് വീട് ഒഴിയാനും എല്ലാം പറഞ്ഞത്, അതുകൊണ്ട് മേഡം തന്നെ ഇവിടേക്ക് വരണം, ഒരു പ്രശ്നം പരിഹരിക്കാനുണ്ട് പറയും. എന്നാൽ ശരി, ഞാനൊരു 10 മിനിറ്റിനകത്തേക്ക് വരാമെന്ന് അർച്ചന പറയണം കേട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് മഞ്ജു അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, പുറത്ത് നിൽക്കുന്നുണ്ട്. അർച്ചന മോളോട് പറയും, മോളെ ഞാൻ എന്നാൽ പോയിട്ട് ഇപ്പോൾ വരാം, JK അങ്കിളുടെ അവിടെ പോയിട്ട് വരാമെന്ന് പറയണം കേട്ടോ. അതേസമയം ചിന്നു ചോദിക്കണ്ട, അമ്മ ഞാൻ വരണോ എന്ന് ചോദിക്കും. വേണ്ട മോള് വരണ്ട, ഞാൻ പോയിട്ട് വരാം എന്ന് പറയും. മോൾക്ക് JK അങ്കിൾ താക്കോല് തരുമ്പോൾ അതൊരു വിഷമമെങ്കിലോ, അതുകൊണ്ട് മോള് വരണ്ട, ഞാൻ പോയിട്ട് വരാം എന്നിങ്ങനെ അർച്ചന പറയണം.